الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج ولا تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദുൽഹജ്ജ് മാസം 9-10 ഇന്ന് ദിവസം. അറഫയിൽ സംബന്ധിക്കുന്ന ആളുകൾക്ക് ഇന്ന് അറഫയാണ്, അവരുടെ ദുൽഹജ്ജ് 9. നമ്മൾ നമ്മുടെ രീതി അനുസരിച്ച് ഹജ്ജിനെ പറ്റിയും അറഫയെ പറ്റിയും മുസ്ദലിഫയെ പറ്റിയൊക്കെ ചിലത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിപ്പോൾ ഇതൊക്കെ പറയുന്നത് കൊണ്ട് എന്താണ് നേട്ടമെന്ന് ചോദിച്ചാൽ, ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകൾക്ക് ഹജ്ജിനെ പറ്റി ഓർമ്മിക്കാനും പ്രയാസവും വിഷമവും അനുഭവിക്കുന്ന ആളുകൾക്ക് ഹജ്ജിന് പോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനും ഒരു സന്തോഷകരമായ ഒരവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഹജ്ജിനെ പറ്റി ഇന്ന് പറയാൻ പ്രേരിപ്പിച്ചത്. ഇവിടെ അള്ളാഹു തആല പറയുന്നത് അൽ ഹജ്ജു അശ്ഹുറുൻ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് മാസങ്ങളാണ്. മാലൂമാത്തുൻ, അറിയപ്പെട്ട മാസങ്ങളാണ്. സർവരാലും അറിയപ്പെട്ട മാസങ്ങളാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. ഇന്ന് ശൗവാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ് എന്നീ 3 മാസങ്ങൾ ചേർന്നതാണ് ഹജ്ജിൻ്റെ മാസം. ശൗവാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ്. അത് ദുൽഹജ്ജ് മാസമാണ് ഇപ്പോൾ ഉള്ളത്. ഹജ്ജിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും ഒത്തുകൂടി നമുക്കിപ്പോൾ ഹജ്ജിന് വേണ്ടി ബന്ധപ്പെട്ട ആളുകൾ ഹജ്ജിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മാസത്തിൽ ആരെങ്കിലും ഹജ്ജിന് പ്രവേശിച്ചാൽ, ഹജ്ജ് കരുതിക്കൊണ്ട് പ്രവേശിച്ചാൽ, ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ, ഈ മാസത്തിൽ ആരെങ്കിലും ഹജ്ജിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ റഫസ, അവർ സ്ത്രീ പുരുഷ സമ്പർക്കം പാടില്ലാത്തതാകുന്നു. വലാ ഫുസൂഖ, ഫിസ്ഖ് പ്രവർത്തനം, പാപപരമായ പ്രവർത്തനങ്ങളും പാടില്ല. വലാ ജിദാല, തർക്കവിതർക്കങ്ങളും പാടില്ല. ഫിൽ ഹജ്ജ്, ഹജ്ജിൽ 3 കാര്യങ്ങളാണ് വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ പഠിക്കേണ്ടത്. അതിലൊന്ന് റഫസ്, സ്ത്രീ പുരുഷ സമ്പർക്കം പാടില്ല. അതുപോലെ തെറ്റായ പ്രവർത്തനങ്ങളും ഫുസൂഖും പാടില്ല. വൽ ജിദാല, അവർക്കിടയിലുണ്ടാകുന്ന തർക്കവിതർക്കങ്ങളും പാടില്ല. ഫിൽ ഹജ്ജ്, ഹജ്ജ് കാലങ്ങളിൽ അതും പാടില്ലാത്തതാകുന്നു. അതുണ്ടായിക്കഴിഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗൗരവപൂർവ്വം പല കാര്യങ്ങളും അതോടുകൂടി അത് അവസാനിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഖുർആൻ പറയുന്നു, വലാ തഫ്അലു, നിങ്ങൾ ആകരുത്, മിൻ ഖൈരിൻ, ഒരു നന്മയും, യഅലമുല്ലാഹു, അല്ലാഹു അറിയും. നിങ്ങൾ എന്ത് ചെറിയ നന്മയാകട്ടെ തിന്മയാകട്ടെ അതെല്ലാം പ്രവർത്തിച്ചാൽ അതെല്ലാം അല്ലാഹു അറിയും. വതസബ്ബദു, നിങ്ങൾ പിന്നെ ഹജ്ജിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ സൂക്ഷിക്കൊള്ളുക. വതസബ്ബദു, നിങ്ങൾ ഹജ്ജിൻ്റെ ആവശ്യമായ മുൻകരുതലുകൾ ഒരുങ്ങിക്കൊള്ളുക. ഫഇന്ന ഖൈറ സാദി, തഖ്വകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പാതയം. ഫഇന്ന ഖൈറ സാദി, ഏറ്റവും ഉത്തമമായ പാതയം തഖ്വ, അള്ളാഹുവിൻ്റെ തഖ്വ എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ ആയത്തിൽ പറയുന്നത്, നിങ്ങൾ എന്ത് നന്മ ചെയ്താലും അതിലെല്ലാം അള്ളാഹുവിൻ്റെ ഗുണമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തഖ്വ നിലനിർത്തലാണ് ആവശ്യം. തഖ്വ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണഗതിയിൽ പാടില്ലാത്ത കാര്യങ്ങളൊന്നും പാടില്ല. അതൊന്നും പാടില്ലാത്തതെല്ലാം സൂക്ഷിച്ചുകൊണ്ട് വളരെ നല്ലവരായി ജീവിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഫഇന്ന ഖൈറ സാദി അത്തഖ്വ, അതാണ് വത്തഖൂന, അതിനാൽ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക, യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക. അപ്പോൾ ഈ ഒരു ആയത്ത് സൂറത്തുൽ
ബഖറ 197 ആയത്താണ്. ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. 3 മാസങ്ങളാണ് ഹജ്ജുള്ളതെങ്കിലും ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈ മാസത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളെല്ലാം സൂക്ഷിക്കണം. സ്ത്രീ പുരുഷ സമ്പർക്കം, തെറ്റായ പ്രവർത്തനങ്ങൾ, തെറ്റായ പ്രവർത്തികൾ, അതെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നാൽ നമുക്ക് കാണാൻ കഴിയും ഈ 3 മാസങ്ങളിലാണ് ഹജ്ജുള്ളതെങ്കിൽ പോലും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13 ദിവസങ്ങളിലാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകളെല്ലാം 8-ാം തീയതി എല്ലാവരും മക്കയിൽ ഒരുമിച്ച് കൂടും. 8-ാം തീയതിയാണ് ഒത്തുകൂടുക. അവരെല്ലാം 8-ാം തീയതി യൗമുത്തർവിയ എന്നാണ് ആ ദിവസത്തിൻ്റെ പേര്. അതുകൊണ്ട് എല്ലാവരും യൗമുത്തർവിയ ദിവസം മക്കയിൽ ഒത്തുകൂടി അവർ കുടിക്കുകയും പിന്നെ വസ്ത്രം മാറ്റുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരുങ്ങി തയ്യാറായി ഉണ്ടാക്കും. അങ്ങനെ അന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു ഇഹ്റാം കെട്ടുക എന്ന ഒരു പരിപാടിയുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. സാധാരണ നമസ്കാരത്തിന് ഇഹ്റാം ഉള്ളതുപോലെ പുണ്യകർമ്മങ്ങൾക്കെല്ലാം ഇഹ്റാം ഉള്ളതുപോലെ ഹജ്ജിനും ഇഹ്റാമുണ്ട്. ആ ഹജ്ജിൻ്റെ ഇഹ്റാം ഏതാണ്ട് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, അള്ളാഹുവേ ലബ്ബൈക, ഞാൻ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു ഹജ്ജൻ, ഹജ്ജിന് നിൻ്റെ ഹജ്ജിന് വേണ്ടിയുള്ള ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഞാനിതാ ഉത്തരവ് നൽകി വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. സാധാരണഗതിയിൽ ഹജ്ജിന് ഇഹ്റാം കെട്ടുന്നിടത്ത് ഒന്നും ചൊല്ലേണ്ടതില്ലെങ്കിൽ പോലും, പക്ഷേ ഇവിടെ ഹജ്ജിൽ അതുണ്ട്. എല്ലാ ആരാധനാകർമ്മങ്ങൾക്കും അതില്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങൾക്കും ഹജ്ജിൽ പിന്നെ ഹജ്ജ് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, അള്ളാഹുവേ ഞാൻ നിനക്ക് ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലാണ് സാധാരണഗതിയിൽ ഹജ്ജിൻ്റെ ആദ്യത്തെ ഫറദാണ്, അതിൻ്റെ പ്രവർത്തനവുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഹജ്ജിന് ഉണ്ടായിരിക്കേണ്ടത്. ഒന്ന് ഇഹ്റാമാണ്, രണ്ടാമത്തേത് തവാഫാണ്, മൂന്നാമത്തേത് സഅയിയാണ്, നാലാമത്തേത് അറഫയിൽ നിൽക്കലാണ്. ഇത് എല്ലാ പുണ്യകർമ്മങ്ങൾക്കും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഹജ്ജ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നാണ് അതിൽ നിന്ന് സാധാരണ ഫുഖഹാക്കൾ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഇവയെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുക. നമുക്കറിയാൻ കഴിയും ഇഹ്റാം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പാടില്ലാത്ത കാര്യങ്ങൾ എന്നാണ്. അപ്പോൾ ഇസ്ലാമിലെ ഹജ്ജിൽ പാടില്ലാത്ത കാര്യങ്ങളൊന്നും അത് ഹജ്ജിലുണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് ഈ ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞാൽ അതോടുകൂടി അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാർക്ക് പിന്നെ 2 വസ്ത്രം മാത്രമേ പാടുള്ളൂ. തല മറക്കാൻ പാടില്ല. അതുപോലെ വസ്ത്രങ്ങളിലൊക്കെ പല മാറ്റങ്ങളുണ്ട്. 2 വസ്ത്രങ്ങൾ, ഒരെണ്ണം ശരീരഭാഗങ്ങൾ മറക്കാനും ഒരെണ്ണം പിന്നെ കഴുത്തിടാനും, അങ്ങനെ 2 വസ്ത്രം പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് ഏത് വസ്ത്രവും ആകാം, പക്ഷേ അത് കൊണ്ട് മുഖവും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മറയുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം മറയുന്ന വസ്ത്രങ്ങളാണ് അവർ ചെയ്യേണ്ടത് എന്നാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത്. അങ്ങനെ അവരെല്ലാവരും പിന്നെ മക്കയിൽ നിന്ന് എല്ലാവരും പിന്നെ മക്കയിൽ യൗമുത്തർവിയയിൽ ഒത്തുകൂടി അവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് അതോടുകൂടി അവർ പുറത്തു പോകാൻ അവർ മിനയിലേക്കാണ് അവിടുന്ന് പോകുക. മിനയിലേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. അവിടെ മിനയിൽ നിന്ന് 5 കിലോമീറ്റർ, മക്കയിൽ നിന്ന് 5 കിലോമീറ്റർ മിനയിലേക്ക് പോകണം. അങ്ങനെ മിനയിൽ പോയാൽ അന്ന് അവർ 8-ാം തീയതി മിനയിൽ തന്നെയാണ് താമസിക്കുക. അപ്പോൾ അന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ ളുഹർ, അസർ, മഗ്രിബ്, ഇശാ ഈ 4 നമസ്കാരവും അതിൻ്റെ സമയത്ത് തന്നെ അവിടെ വെച്ചുകൊണ്ട് നമസ്കരിക്കണം. ഈ മിനായിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുക, അങ്ങനെയാണ് അതിൻ്റെ രീതി. അങ്ങനെ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അത് ചെയ്യുക. അങ്ങനെ അവിടെ നിന്ന് ധാരാളം തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കണം അവിടുന്ന് പോകേണ്ടത്. അങ്ങനെ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് തന്നെ പോകാം. അതാ തെൽബിയത്ത്: ലബ്ബൈക അല്ലാഹുവേ ഞാനിതാ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹുമ്മ അല്ലാഹുവേ ലബ്ബൈക ഞാനിതാ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക അല്ലാഹുവേ ഞാനിതാ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ലാ ശരീക ലക്ക് നിനക്കൊരിക്കലും പങ്കാളികളില്ല.
ലബ്ബൈക്ക് ഞാൻ എൻ്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ഇന്നൽ ഹംദ തീർച്ചയായും ഹംദ് സ്തുതികൾ വന്യമത്ത പുണ്യകർമ്മങ്ങളും നിയമത്ത പുണ്യകർമ്മങ്ങളും മുൽക്ക ആധിപത്യവും ആ ശരീക്കലേക്ക് അവന് പങ്കാളികളില്ല. ആ പങ്കാളികളില്ല എന്ന് പറയുന്നത് അത് ഉറക്കെ പറയണമെന്നാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ നിയമമാണ്. അപ്പോൾ ഈ തെൽബിയത്ത് ധാരാളമായി ചൊല്ലിക്കൊണ്ട് അവരങ്ങനെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അങ്ങനെ പോകണം. ആ സമയങ്ങളെല്ലാം അവരിപ്പോൾ മിനായിലാണുള്ളത്. ആ മിനായിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇഹ്റാമാണെങ്കിൽ രണ്ടാമത്തെ തവാഫാണ്. തവാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ കഴിയും, കഅബയെ ഇടതുവശത്താക്കി 7 തവണ കഅബയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുക എന്നതാണ് ഈ തവാഫ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ തവാഫ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പുണ്യകർമ്മ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് ചെല്ലേണ്ടത്. എന്താണ് ചെല്ലുമ്പോൾ പറയേണ്ടത്? ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പ്രാർത്ഥന ഇനി പറയുന്നതാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഇതെല്ലാവരും പഠിക്കണം. റബ്ബന ഞങ്ങളുടെ നാഥ, ആതിന ഞങ്ങൾക്ക് നൽകണം, ആതിന ദുനിയാവിൽ ദുനിയാവിൽ റബ്ബന നാഥ ആതിന ഞങ്ങൾക്ക് നൽകണം, ദുനിയാവിൽ ഹസനത്ത് നന്മ നൽകണം, വഫിൽ ആഖിറതി പരലോകത്തിൽ ഹസന നന്മ നൽകണം, വഖിന അദാബന്നാർ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും വേണം പടച്ചവനെ എന്ന് പറയുന്ന പ്രാർത്ഥന നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കർമ്മം തവാഫാണ്. ഈ തവാഫ് ഹജ്ജിൻ്റെ പുണ്യകർമ്മത്തിൽ മാത്രമല്ല, ഉംറയിൽ മാത്രമല്ല, സമയങ്ങളിലും കഅബയുടെ ചുറ്റും നടക്കുക എന്നത് പുണ്യകർമ്മം ചെയ്യുക എന്നത് പുണ്യകർമ്മമാണ്. ആ കർമ്മങ്ങളിലെല്ലാം അവർ ചെല്ലുകൊണ്ട പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ റബ്ബന ആതിന ഫിദ്ദുനിയ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ദുന്യാവിൽ അവർക്ക് നന്മ നൽകണം, വഫിൽ ആഖിറതി പരലോകത്ത് നന്മ നൽകണം, വഖിന അദാബന്നാർ നരകശിക്ഷയിലും ഞങ്ങൾ രക്ഷപ്പെടുത്തണം. 3 കാര്യമാണ്. ഫിദ്ദുനിയ ഹസന ദുന്യാവിൽ നന്മ നൽകണം, വഫിൽ ആഖിറതി ഹസന നൽകണം, അതുപോലെ വഖിന അദാബന്നാർ നരകശിക്ഷയിലും ഞങ്ങൾ രക്ഷപ്പെടുത്തണം. ഈ 3 കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് വേണ്ടത്. അതുതന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ള പ്രാർത്ഥന. അതുകൊണ്ട് അത് പ്രാർത്ഥിക്കാം. പിന്നെ ഏത് കാര്യം വേണമെങ്കിലും പിന്നെ തവാഫ് സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സംബന്ധിച്ചിടത്തോളം തവാഫിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തവാഫൂന അവർ തവാഫ് ചെയ്യുക എന്നതാണ്. മഖാം ഇബ്രാഹിം, പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മഖാമിൽ നമുക്ക് ചെയ്യുക എന്നതാണ്. ഇബ്രാഹിം നബിയുടെ മഖാം എന്ന് പറഞ്ഞാൽ തവാഫ് കഴിഞ്ഞാൽ തവാഫ് കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യേണ്ടത് ഇബ്രാഹിം മഖാമിൽ നിസ്കരിക്കുക എന്നതാണ്. ഇബ്രാഹിം മഖാം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം കഅബയുടെ തൊട്ട് മുന്നിൽ, കഅബയുടെ വാതിലിന് തൊട്ട് മുമ്പിൽ ഒരു 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 കൂടാരമുണ്ട്. ആ കൂടാരത്തിലാണ് മഖാം ഇബ്രാഹിം സൂക്ഷിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു കല്ലാണ്. അത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവിടെയാണ്. അതിൻ്റെ പുറകിലാണ് നമസ്കരിക്കേണ്ടത്. അങ്ങനെ നമസ്കരിക്കുന്നതാണ് സാധാരണഗതിയിൽ തവാഫ്. അപ്പോൾ തവാഫ് പൂർത്തിയായി. തവാഫ് പൂർത്തിയാക്കണമെങ്കിൽ കഅബയോട് നിൽക്കുന്ന മാത്രം സംസം വെള്ളം കുടിക്കുകയും വേണം. സംസം എന്ന് പറഞ്ഞത് കഅബയുടെ പരിസരത്തുള്ള ഒരു കിണറായിരുന്നു പണ്ടത്. ഇന്ന് അവിടെ അതിൻ്റെ സൗകര്യത്തോടുകൂടി സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയും. അത് അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഹജ്ജിന് വരുമ്പോഴും ഉംറയ്ക്ക് വരുമ്പോഴും ഒക്കെ അതിൽ നിന്ന് ധാരാളം ആളുകൾ കുടിക്കുന്നു. ആയിരക്കണക്കിനും 10,000-കണക്കിനും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും മനുഷ്യന്മാർ ദിവസേന എന്നോണം അതിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിന് ഒരു കുറവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം അതിന് അനുഗ്രഹമായി വന്നിരിക്കുകയാണ്. അതാണ് അത് തവാഫ്. ആ തവാഫ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സഅയ് എന്നൊന്നുണ്ട്. ഇന്ന സഫാ വൽ മർവ തമിൻ സഅയില്ല. സഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാകുന്നു. അതുകൊണ്ട് സഫയും മർവയും ഒക്കെ അള്ളാഹു ചിഹ്നത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളെന്ത് കാണുന്നു കഴിഞ്ഞാൽ ആ സഫ മർവൻ്റെ ഇടയിൽ നടക്കണം, അവരിടയിൽ ഓടുക, നടക്കുന്നതിനാണ് സഫാ മർവ എന്ന് പറയാം. അതും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമുള്ള കാര്യമാണ്. അത് കഅബയുടെ തന്നെ ഒരു ഭാഗത്താണ്. സഫാ കുന്നിൻ്റെ ഇടയിലുള്ള
അത് ഓടിക്കൊണ്ടിരിക്കുക എന്നാണ്. ഒരു തവണ ഓടിക്കഴിഞ്ഞാൽ ഒരെണ്ണം മതി. ഒരു സഫാ കുന്നിൽ ഓടുന്നത് ഒരെണ്ണം മതി. രണ്ടാമത്തെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞാൽ രണ്ടാമതുമായി. അങ്ങനെ 2-3 തവണ അതനുസരിച്ച് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സഈ എന്ന് പറഞ്ഞാൽ. ഇനി അത് പിടിക്കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യമുള്ളത് വഖൂഫ് ബി അറഫ, അറഫയിൽ നൃത്തമാണ്. അത് 9-ാം തീയതിയാണ്. ഇന്ന് ലോക മുസ്ലിങ്ങളൊക്കെ അറഫയിൽ നിന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് അതിൻ്റെ സമയം. ഉച്ചയ്ക്ക് ശേഷം അവർ അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ ഉച്ചക്ക് ദുഹറും അസറും ഒന്നിച്ച് തഖ്ദീമിന് ജമാക്കണം. ആദ്യത്തെ സമയത്ത് ദുഹർ നിസ്കരിക്കണം, അസർ നിസ്കരിക്കണം. പിന്നെ അവർ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? എന്തും പ്രാർത്ഥിക്കാം. ഹബിലുർ റഹ്മ എന്ന് ജബലുർ റഹ്മ എന്ന ഒരു പുണ്യ മലമുണ്ട്. അതിൻ്റെ അടുത്ത് നിന്നിട്ട് അള്ളാഹുവിൻ്റെ അടിമകളായ മനുഷ്യന്മാർ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനാണ് സാധാരണഗതിയിൽ സഫ മഴയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് വഖൂഫ് ബി അറഫ, അറഫയുടെ ഭാഗത്ത് നിൽക്കുക എന്നതാണ്. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അത് കഴിഞ്ഞാൽ 12 കഴിഞ്ഞാൽ അതോടുകൂടി മുസ്ദലിഫയിലേക്ക് അവർ പോകണം. മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ മിനായുടെയും മുസ്ദലിഫിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് മുസ്ദലിഫ. മിനായുടെയും കഅബയുടെയും ഇടയിലുള്ള സ്ഥലമാണ് മുസ്ദലിഫ. മുസ്ദലിഫയിൽ പോയാൽ അവിടെ കിടക്കാനോ ഒരു സൗകര്യവുമില്ല. എന്നാൽ കോടിക്കണക്കിൽ ഹാജിമാർ അവിടെ കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും. സ്ത്രീകളുണ്ടാകും, പുരുഷന്മാരുണ്ടാകും, കഴിവുള്ളവരുണ്ടാകും, കഴിവില്ലാത്തവരുണ്ടാകും. തലയണം വിരിപ്പും പോലും ഒന്നും ഉണ്ടാവില്ല. ഒന്നുമില്ലാത്ത ആളുകൾ ആ മുസ്ദലിഫയിൽ അങ്ങനെ തന്നെ അന്തി ഉറങ്ങുക. അങ്ങനെ അന്തി ഉറങ്ങുക എന്നത് അതൊരു പുണ്യകർമ്മമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണുന്ന ആ അന്ത്യകർമ്മത്തെ വളരെ പുണ്യപ്രഭൂപൂർവം അവർ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അതും കഴിഞ്ഞാൽ പിന്നെ മുസ്ദലിഫയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി അവിടുത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ അതോടുകൂടി അവർ പിന്നെ യൗമുൻ നഹർ, നമ്മുടെ നാട്ടിലെ പെരുന്നാൾ ദിവസം, അന്ന് അവർ പണിയുണ്ട്. കാര്യമായി ജംറയിൽ കല്ലെറിയുക എന്നതാണ് ഒരു പ്രവർത്തനം. അതോടുകൂടി തന്നെ 3 ജംറകളുണ്ട്. ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ. അങ്ങനെ 3 ജംറകൾ. ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ. 3 സ്ഥലങ്ങളിൽ കല്ലെറിയേണ്ടതുണ്ട്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവൻ്റെ പണി നിർബന്ധമാണ്. നിസ്കരിക്കലും നോമ്പ് നോക്കലും സക്കാത്ത് കൊടുക്കലും മാത്രമല്ല, ഈ ജംറയിൽ എറിയുന്നതും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇതിൻ്റെ വളരെ പ്രാധാന്യമുള്ളതാണ്. അത് തലേ ദിവസമാണ് ആ എറിയാനുള്ള കല്ലുകളെല്ലാം ശേഖരിക്കേണ്ടത് അവിടെ വെച്ചാണ്. അതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ബലിമൃഗങ്ങളെ അറുക്കുക എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മകനെ പ്രായമായപ്പോൾ ഫലമ്മാ ബലഗമാ ഹുസ്സായ, അദ്ദേഹത്തോടൊപ്പം നടക്കാനുള്ള പ്രായമായപ്പോൾ പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ മകനെ, ഇനി അറാഫിൽ മനാമി, ഞാൻ നിന്നെ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു, ഇനി അദ്ബഹുക്ക, ഞാൻ നിന്നെ അറുക്കും എന്ന് സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു, മോനെ, നീ എന്താ പറയുന്നത്? അവൻ പറഞ്ഞു, കണ്ടതുപോലെ ചെയ്തു കൊള്ളുക, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിർബന്ധമല്ലേ, കൽപ്പനയല്ലേ എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം അതിൻ്റെ അവസ്ഥ ഒക്കെ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മകനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചു. അയാൾ അറക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആട്ടിനെ നൽകി അതിനെ രക്ഷപ്പെടുത്തി. അതിനാണ് സഫാ ഈ ഉദ്ഹിയ്യത്ത് എന്ന പേരിൽ ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ധാരാളം മനുഷ്യന്മാർ ഉദ്ഹിയ്യത്ത് നടത്തുന്നുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയാണ്? മഹാനായ ഇബ്രാഹിം തൻ്റെ മകനെ അറുത്തതിനെ സ്മരിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ അതും നടത്തിക്കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ വലിയ മൃഗങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ മുടിമുറിക്കലും അതുപോലെ മുടി കളയലും ഒക്കെയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുടി പൂർണ്ണമായും കളയുന്നതാണ് പുണ്യമെങ്കിലും കുറച്ചെടുത്താലും മതിയായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തലമുടിയുടെ അവസാന അറ്റത്തിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം മാത്രം വെട്ടിക്കളഞ്ഞാൽ മതി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്നും പറയാൻ ഇപ്പോൾ സമയമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതോടുകൂടി ഏതാണ്ട് ഹജ്ജിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ 7 കിലോമീറ്ററുണ്ട് സഫയിൽ നിന്ന് മിനായിൽ നിന്ന് മക്കയിലേക്ക്. മക്കയിൽ പോയി സഫയുടെയും മറുവയുടെയും ഇടയിൽ
സഅയ് നടത്തുകയും അവിടെ ഇഫാദ തവാഫുൽ ഇഫാദ നടത്തുകയും ചെയ്യണം. അതുകൂടി കഴിഞ്ഞാൽ ഏതാണ്ട് ഹജ്ജ് പൂർണ്ണമായി. ഹജ്ജിൻ്റെ അവസാനമായി തവാഫുൽ വിദാ എന്ന് പറയുന്ന ഒരു വിദാഇൻ്റെ വേർപ്പെടുന്ന തവാഫുമുണ്ട്. അതോടുകൂടി ഹജ്ജ് പൂർണ്ണമായി. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഇതിലൊക്കെ നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് സാഫാത്തിലും അതുപോലെ സൂറത്ത് ഹജ്ജിലും സൂറത്ത് മുംതഹിനയിലുമൊക്കെ ഈ ഉദ്ഹിയ്യത്തിൻ്റെ വ്യത്യസ്ത കാര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ വിശദമായി വിവരിച്ചിട്ടുണ്ട്. അതെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു തആല ദീനിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.